നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് പോളിംഗ് നടത്തുമ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് 99 കോടിയിലധികം രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഉണ്ട്. എന്നാൽ സ്പെഷ്യൽ സമ്മറി റിവിഷൻ, അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ എല്ലാ സംസ്ഥാനത്തുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ അവിടെ ആഡപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിനകത്തുള്ള ബന്ധപ്പെട്ട അധികാരികൾ പൂർണ്ണമായും നടത്തേണ്ട ചുമതലയാണ് ഈ സ്പെഷ്യൽ സമ്മറി റിവിഷൻ. എന്നാൽ അത് പലപ്പോഴായി നടത്തുന്നില്ല. BJPക്ക് തീറെഴുതി കൊടുത്തിരിക്കുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടിംഗ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നാണ് പലപ്പോഴായി ചോദ്യങ്ങൾ വരുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ സമ്മറി റിവിഷൻ പ്രാബല്യത്തിൽ വരാറുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഇത് നടത്താറില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 10 കൊല്ലത്തിലേറെയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എന്നു മുതലാണോ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് അന്ന് മുതൽ ഈ സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടക്കാറില്ല. ഫീൽഡ് ഓഫീസർമാർ, അതായത് ഓരോ ബൂത്തിലെ പോളിംഗ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് അതാത് ബൂത്തുകളിൽ കൃത്യമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവിടുത്തെ ബൂത്ത് ഓഫീസർമാർ കൃത്യമായി ഒരു സർവേ നടത്തുന്നത് കഴിഞ്ഞ ഏറെ കാലങ്ങളായി അതൊന്നും തന്നെ നടത്താറില്ല. നമുക്കറിയാം, പോളിംഗ് ഏജന്റുമാരായി ഓരോ ബൂത്ത് തലത്തിൽ ഇരിക്കുന്നവരിൽ അതിനകത്ത് പ്രമുഖ പാർട്ടികളിലെ നേതാക്കളെല്ലാം തന്നെ കാണും. എന്നാൽ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വന്നതായി റെക്കോർഡിക്കലായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് കൊണ്ടുപോകണമെന്നതും പോളിംഗ് കൃത്യമായി അതിനകത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉൾപ്പെടുമ്പോൾ അതിനകത്ത് ID നമ്പർ കൊടുത്തിരിക്കുന്നത് യുണീക്കാണ്. ഒരൊറ്റ ബൂത്തിൽ മാത്രം വോട്ട് ചെയ്യാൻ ഒരൊറ്റ വോട്ട് മാത്രമേ ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ പൗരനാണെങ്കിൽ ലഭിക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴായി കള്ള വോട്ടുകൾ അനേകം വരുന്നുണ്ട്, അധിക വോട്ടുകൾ എണ്ണപ്പെടുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മുട്ടാത്തർക്കം എന്ന് പറയുന്നത് തങ്ങൾക്ക് 3 മാസത്തെ കാലാവധി തരണം എന്നുള്ളതാണ്. ഈ കാര്യത്തിലാണ് പ്രതിപക്ഷം വീണ്ടും ഒരു ഹർജി, ഒരു പൊതു താൽപര്യ ഹർജി എന്ന രീതിയിൽ നിരവധിയായ മേഖലയിലുള്ളവരുടെ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ടൊരു മെമ്മോറാണ്ടം എന്ന രീതിയിൽ ഒരു വലിയ ഹർജിയായി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ പോകുന്നത്. അതിൽ രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്: പ്രതിപക്ഷത്ത് ഉള്ളവർക്ക് ഐക്യമില്ലെങ്കിൽ BJP എങ്ങനെയൊക്കെ മാനിപ്പുലേഷൻ നടത്തും എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുണ്ട്. നമുക്കറിയാം, 1961 ചട്ടം വരെ ഭേദഗതി ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് രഹസ്യങ്ങൾ ഒന്നും തന്നെ പുറം ലോകം അറിയണ്ട, അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല എന്ന രീതിയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു സ്വതന്ത്ര ഏജൻസിയാക്കി മാറ്റി BJP അവരുടെ ഏറ്റവും വിശ്വസ്തരായ ഒരു ടീമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ രാജ്യത്തിൻ്റെ ഭരണം അവരുടെ കൈകളിൽ എന്നും ഒതുങ്ങാൻ വേണ്ടിയുള്ള എല്ലാ തരികിടകളും അവരുടെ കൈവശം ഉണ്ട് എന്ന് വ്യക്തം.